നമുക്കിന്ന് ആന്ധ്ര സ്പെഷ്യൽ ഇറക്കാരം ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ നാട്ടിലെ സമ്മന്തി മാതിരിയാണ് ഏകദേശം. ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലേക്കായി ഞാൻ കുറച്ച് കാശ്മീരി മുളകും പിന്നെ നമ്മുടെ സാധാരണ വറ്റൽമുളകും ഇത് ഏകദേശം ഒരു 8-10 ഉണ്ടാവും. ഇതെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം വെച്ചു. ചുടുവെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പിന്നെ ഞാനൊരു 5-6 വെളുത്തുള്ളി കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 5-6 എടുത്തുള്ളൂ, അതും ഇതിലേക്കിടുക. പിന്നെ നമ്മൾ ഒരു അരിനെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു പുളിക്ക് പകരം വേണമെങ്കിൽ ഒരു തക്കാളി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ കുറച്ച് പുളിയാണ് എടുത്തത്. പിന്നെ പാകത്തിന് ഉപ്പ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തത് 2 വലിയ ഉള്ളിയിൽ മീഡിയം സൈസ് ആണ് എടുത്തത് കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് മീഡിയം സൈസും ആയിരുന്നു. അതും എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് വറുത്തിടണം. അപ്പം ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. എപ്പോഴും വെളിച്ചെണ്ണയുടെ ഒരു സ്വാദ് വേറെ തന്നെയാണ് ഈ താളിക്കുന്നതിൽ കേട്ടോ. ഇനി കടുക്, കറിവേപ്പില ഇത്രയും മതി ഇതിലേക്ക് വറുത്തിടാനായിട്ട്. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് ദോശയുടെ കൂടി ഇഡ്ഡലിയുടെ കൂടി. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.